നിങ്ങൾക്ക് എൻ്റെ പേരെങ്ങനെ മനസ്സിലായി? അച്ചായൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നേ, അങ്ങനെ മനസ്സിലായതാ. അതിന് ഞാൻ ഇതുവരെ അച്ഛനോട് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ലേ? പിന്നെ അങ്ങനെ അച്ഛാ? അത് ഡ്യൂട്ടി പെയ്ഡിൽ പാസ്പോർട്ട് കൊടുത്തപ്പോൾ ഞാൻ കണ്ടായിരുന്നു. വണ്ടി നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. വണ്ടി നിർത്ത്, ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല വണ്ടി. ആന്നേ, ആ എടി പോത്തേ, സോറി കേട്ടോ, ഫോണേല. ഈ പോത്തിറച്ചി അവനിൽ വെക്കുന്നത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ. എടി റബ്ബർ മാതിരി ആവുന്നേ. ഈ അവൻ കണ്ടുപിടിച്ച സായിപ്പല്ലയോ. അവന്മാർക്ക് നമ്മുടെ ഈ നാടൻ ബീഫ് ഫ്രൈ പറ്റി എന്നെ അറിയാം. ഇടി പുത്തൻതോട് പാലം പണി നടക്കില്ലയോ, ആ വഴി റോഡ് ക്ലോസ്ഡാ. ഞാൻ വള്ളിക്കുന്ന് വഴിയാണ് വരുന്നത്. ആ ലേശം ചുറ്റില്ല. ഇടി ഞാൻ എന്നാൽ പുറത്തിറങ്ങിയിട്ട് വിളിക്കാം. സാർ, പുത്തൻതോട് പാലത്തിൻ്റെ വൺ സൈഡ് ഇന്നലെ മുതൽ വണ്ടി കടത്തിവിടാൻ തുടങ്ങി. ആന്നോ? താങ്ക്സ് ഉണ്ട് കേട്ടോ. 1 ലിറ്റർ പെട്രോൾ ലാഭമായി. വീടപ്പാ ഭാഗത്താണോ? അവിടെ നിന്ന് കുറച്ചുകൂടി പോകണം, പട്ടുവിള ഭാഗത്ത്. അവിടെ ഈ ജോസഫ് മാഷിന്റെ. ജോസഫ് മാഷിന്റെ വീട് അടുത്താണ്. മാഷിനെ എങ്ങനെ അറിയാം? മാഷ് എന്നെ പഠിപ്പിച്ചല്ലയോ. അപ്പൊ എങ്ങനെയാ പോകുന്നേ? ടാക്സി വിളിച്ച് നമ്മുടെ കൂടെ പോവാന്നേ. അവിടെ ഫ്രണ്ട്സൊക്കെ കാറുമായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ എന്നാലും ആഴിക്കാ പോകുന്നേ. ഒരുമിച്ച് പോവാ? ഇല്ല, അതിപ്പോ നിങ്ങള് കമ്പനി അടിച്ചൊക്കെ പോകുമ്പോ ഞാൻ. ഇതൊക്കെ ഒരു രസമല്ലേന്നേ. ബാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. നമുക്ക് പോവാന്നേ. ഓക്കെ ആന്നേ. ഒരു മിനിറ്റ്. എവിടെ അപ്പോ? ദുബായ? ഞാൻ UK എന്നാ. ആഹാ. മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി പോയതാ. ഓ ശരി. ഓ, അവിടെ 1 മാസം ചുറ്റി പോയെന്നേ. ഓ, ആ വണ്ടി എടുത്തോട്ടെ. എത്ര കാലമായി ദുബായിലായിട്ട്? കൊറേ കൊല്ലമൊന്നും ആയില്ല. എവിടെയാടാ? ഞങ്ങൾ അറൈവലിലുണ്ടേ. ആ വരുവാ. ചേട്ടായി, എത്ര കാലമായിടാ മിസ് ചെയ്തിട്ടോ. പുള്ളി നമ്മുടെ കൂടെ പുതിയ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് പരിചയപ്പെട്ട. ബാഗ് എടുത്ത് വെച്ചേ. ശരി ശരി, ഓക്കെ. ഹലോ, അച്ചായൻ്റെ ഫ്രണ്ടാലേ? ജേഷേ, ഒന്ന് നീങ്ങിയിരുന്നു. അച്ചായൻ്റെ ഫുൾ ഗ്യാങ് ഉണ്ടല്ലോ. ഫുൾ ഗാങ്ങാ. ഗ്യാങ് വിട്ടൊരു കളി ഞങ്ങൾക്കില്ല. അങ്ങനെയാ അല്ലേ അച്ഛാ? നിങ്ങൾക്ക് എൻ്റെ പേരെങ്ങനെ മനസ്സിലായി? അച്ചായൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നേ, അങ്ങനെ മനസ്സിലായതാ. അതിന് ഞാൻ ഇതുവരെ അച്ഛനോട് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ലേ? പിന്നെ അങ്ങനെ അച്ഛാ? അത് ഡ്യൂട്ടി പെയ്ഡിൽ പാസ്പോർട്ട് കൊടുത്തപ്പോൾ ഞാൻ കണ്ടായിരുന്നു. വണ്ടി നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. വണ്ടി നിർത്ത്, ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല വണ്ടി. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. എന്താണിത്? ഇത് വിലങ്ങല്ലേ? ജയേഷെ, ക്രൈം ബ്രാഞ്ചിൽ നിന്ന്. സാറേ, എന്താ സാറേ പ്രശ്നം? പറയാടാ.